RSS എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മശതാബ്ദിയാണ് ഇപ്പോൾ നടക്കുന്നത്. 100 വർഷം മുമ്പാണ് 1925 നാഗ്പൂരിൽ RSS ആരംഭിച്ചത്. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ് RSSന് രൂപം നൽകിയത്. ഇന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ 11 വർഷം പൂർത്തിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ RSSുമായി വളരെ അടുത്ത ബന്ധമുള്ള BJP കേന്ദ്രം ഭരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ RSSന്റെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുകയാണ്. ഈ സമയത്താണ് ജന്മശതാബ്ദി RSS ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഏതാണ്ട് ഇതേ പ്രായം തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 100 വർഷം മുമ്പാണ് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയേറെ നാമാവശേഷമായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ RSS ആണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും RSS അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് എന്താണ് RSSന് പറയാനുള്ളത് എന്നാണ് അവരുടെ വിജയദശമി പ്രസംഗത്തിലൂടെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. നാഗ്പൂരിൽ നടന്ന ചടങ്ങിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു മുഖ്യാതിഥി. തികച്ചും ഒരു രാജ്യസ്നേഹപരമായ രാജ്യതന്ത്രജ്ഞയോടുകൂടിയാണ് RSSന്റെ മേധാവി പ്രസംഗിച്ചത്. അതേ സമയത്ത് തന്നെ നാടിനെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. RSS മേധാവി പറഞ്ഞത് ഇന്ത്യ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന നാടാണ്. വിദേശത്തു നിന്ന് വന്ന ആശയങ്ങളെയും മതങ്ങളെയും ഒക്കെ തന്നെ നാം പുൽകുകയാണ് ചെയ്തത്, നാം അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. വൈവിധ്യത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം. പക്ഷേ ഈ വൈവിധ്യത്തെ ഭിന്നതയാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു. പല സ്ഥലത്തും ഔലാവ് മുഹമ്മദ് എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങൾ സംഘടിക്കുകയും ഹിന്ദുക്കൾക്ക് നേരെ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് അദ്ദേഹം നേരിട്ട് പറയാതെ വ്യംഗ്യമായിട്ട് അദ്ദേഹം ഒരു സമുദായത്തെ പ്രകോപിപ്പിക്കുകയാണെന്ന് ആരോപിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഹിന്ദവി, ഭാരതീയ, ആര്യ എന്നിവയൊക്കെയാണ് ഹിന്ദു എന്ന വാക്കിന്റെ പര്യായങ്ങൾ. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു രാജ്യ സങ്കല്പവുമായി ബന്ധപ്പെട്ടതല്ല, അതൊരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യങ്ങൾ വരും പോകും, പക്ഷേ നമ്മുടെ സംസ്കാരം എന്നും നിലനിൽക്കും. ഉയർച്ച, താഴ്ച എന്നിവയൊക്കെ തന്നെ നമ്മുടെ സംസ്കാരം നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിട്ടിട്ടുണ്ട്. അടിമത്തത്തെ നാം അതിജീവിച്ചിട്ടുണ്ട്, വിദേശ ആശയങ്ങളെ നാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ വൈവിധ്യങ്ങളെ നാം ഒരിക്കലും അതിന്റെ ഭിന്നതയായിട്ട് മാറ്റാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മതത്തെയും അപമാനിക്കുകയോ അല്ലെങ്കിൽ ഒരു മതത്തെയും ഒരു വിശ്വാസത്തെയും അപമാനിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുവാക്കളുടെയും മറ്റും പേരിൽ അക്രമങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിയമം കയ്യിലെടുക്കുന്നതും തെരുവിലിറങ്ങി അക്രമം നടത്തുന്നതും ശരിയല്ല. ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണ് ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികളെയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടാൻ നാം സ്വയം തയ്യാറാവണം, സ്വദേശി സങ്കല്പം നമ്മൾ വളർത്തണം, സ്വദേശിക്ക് പ്രാമുഖ്യം നൽകണം, സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്ത് ഇന്ന് പരസ്പര ആശ്രിതത്വത്തിലൂടെ മാത്രമേ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. രാജ്യങ്ങൾക്ക് പരസ്പരം സഹായിക്കേണ്ടി വരും, പരസ്പരം വ്യാപാരം നടത്തും. പക്ഷെ ഇതൊരു അടിമത്തമായിട്ട് മാറാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റായി മാറാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു നിസ്സഹായായി മാറാൻ പാടില്ല. നക്സൽ ആക്രമണങ്ങളെ കുറിച്ചും കടുത്ത ഭാഷയിലാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. നക്സലേറ്റുകളെ അടിച്ചമർത്താൻ നമുക്ക് കഴിഞ്ഞു. അതിൽ അദ്ദേഹം സർക്കാരിനെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവരുടെ ക്രൂരത, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ക്രൂരതയും പൊള്ളത്തരവും ഒക്കെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതേ സമയത്ത് എന്തുകൊണ്ടാണ് നക്സലേറ്റുകൾ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കിയത്? അവർ ചൂഷണം, അനീതി, വികസനമില്ലായ്മ, ഇതാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഇത് പരിഹരിക്കുന്നതിലൂടെ മാത്രം, അല്ലെങ്കിൽ ഇത് പരിഹരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നക്സലേറ്റുകളെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ നീതി, വികസനം, സൗഹാർദ്ദം ഇതൊക്കെ തന്നെ സമൂഹത്തിലെത്തിക്കാൻ നമുക്ക് കഴിയണം. അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള ആഗോള സാഹചര്യങ്ങൾ അത് വ്യക്തിത്വവും ദേശീയബോധവുമാണ് ഇന്ത്യക്കാർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആഹ്വാനമാണ് ആഗോളതലത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ അനേകം പ്രതീക്ഷകളുണ്ട്, നമ്മുടെ മുമ്പിൽ അനേകം വെല്ലുവിളികളുമുണ്ട്. ഈ വെല്ലുവിളികളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം പരാമർശിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ നമുക്ക് നേരെ കടന്നുകയറ്റം നടത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷെ പാകിസ്ഥാന് നമ്മൾ ശക്തമായ തിരിച്ചടി നൽകി. ഈ വിഷയം നമ്മൾ ലോകരാജ്യങ്ങളുടെ മുമ്പാകെ വെച്ചു. ആ സമയത്താണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരൊക്കെയാണ്, നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ആഗോളതലത്തിലെ നമ്മുടെ ശത്രുക്കളെ കുറിച്ചും ആഗോളതലത്തിലെ നമ്മുടെ മിത്രങ്ങളെ കുറിച്ചും നമുക്ക് വ്യക്തമായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞു. ഇതായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രധാനമായും വിജയദശമി പ്രസംഗം നാഗ്പൂരിലെ. ഇന്ന് RSS വളരെയധികം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സംഘടനാപരമായ RSSന്റെ വളർച്ചയോടൊപ്പം തന്നെ അത് സാമൂഹികമായ മേഖലകൾ അത് കൈവരിച്ചിരിക്കുന്ന വളർച്ചയും, അതുകൊണ്ട് തന്നെ RSSനെതിരായിട്ടുള്ള എതിർപ്പുകളും വളരെ സജീവമാണ്. ഈ ഘട്ടത്തിലാണ് RSS അതിന്റെ 100 വർഷം പൂർത്തിയാക്കുന്നത്. ഈ 100 വർഷം പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ RSSന് കൂടുതൽ സമൂഹത്തിലേക്ക് കൂടുതൽ അവരുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണ് എന്നാണ് RSS നേതാവ് പറയുന്നത്.